അമല എന്ന് പറയുമ്പോൾ ഇപ്പോൾ മലയാള സിനിമയെ തന്നെ എനിക്ക് തോന്നുന്നു സേതാമേനന് ശേഷം അമലയാണ് ഇങ്ങനെ. അതിനിടയ്ക്ക് റാമിന്റെ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ലണ്ടനിലായിരുന്നപ്പോൾ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു, റാമിന്റെ ഷൂട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഇൻഫർമേഷൻ കിട്ടി അമല ലണ്ടനിൽ ലാൻഡ് ആയിട്ടുണ്ടെന്ന്. ഒരു സർപ്രൈസ് ന്യൂസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. ഇതിലൊരു സ്വീറ്റ് സോങ് ഉണ്ട്. ആ സോങ് പാടിയിരിക്കുന്നതും ഒരു ഡെബ്യൂട്ടൻ്റ് ആണ്. ആ ഡെബ്യൂട്ടൻ്റ് മറ്റാരും അല്ല. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മലയാളത്തിൽ റീസെന്റ് ഹിറ്റായ ആവേശമാണേലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ബ്രഹ്മയുഗം ആണെങ്കിലും ഇതിൽ ലേഡി റോൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് മെയിൻ ആയിട്ട് വന്നിട്ടില്ല. സോ അമലയ്ക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് പറയുക? അമല എന്ന് പറയുമ്പോൾ ഇപ്പോൾ മലയാള സിനിമയെ തന്നെ എനിക്ക് തോന്നുന്നു സേതാമേനന് ശേഷം അമലയാണ് ഇങ്ങനെ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട്. എന്താണ് സത്യം പറഞ്ഞാൽ ഇതിനൊരു ഇൻസ്പിറേഷൻ എന്താണ് ഇങ്ങനെ ഈ ഒരു പീരീഡിൽ പോലും ഇത്ര ആക്റ്റീവ് ആയി നിൽക്കാനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? ഐ ഫീൽ ആക്റ്റീവ്. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ പിന്നെ ഞാനായിട്ട് വെറുതെ വീട്ടിലിരുന്ന് ഒരു പണിയില്ലാതെ ഇതിനെ കുറിച്ച് ചിന്തിച്ച് കൂട്ടണ്ടല്ലോ. ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസി എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പം ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ്ഡ്, മോർ പാമ്പേർഡ്. അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ. ആൻഡ് ഓൾസോ ഐ വോണ്ട് ഗിവ് ഔട്ട് എ പോസിറ്റീവ് പ്രഗ്നൻസി മെസ്സേജ് യുനോ. അപ്പം അതെല്ലാം എല്ലാം അലൈൻഡ് ആയല്ലോ. എൻ്റെ ഇത്ര ഫിലിംസ് റിലീസ് ആവുന്നു, പ്രൊമോഷൻസ്, ഇവന്റ്സ്. അപ്പൊ അതെല്ലാം ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. അപ്പം ഐ എം ജസ്റ്റ് എംബ്രേസിങ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് ഐ എം എൻജോയിങ് ഇറ്റ്. ദിസ് സോങ് ഇസ് ബിക്കോസ് ഇപ്പൊ ഇതിന്റെ വിനായക് ശശികുമാറാണ് ഇതിന്റെ ലിറിക് റൈറ്റർ. ഈസ് എ ബ്രില്യൻറ്റ് ലിറിക് റൈറ്റർ എന്ന് പറയേണ്ട കാര്യമില്ല. പുള്ളി ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികളും എൻ്റെ ക്യാരക്ടർ, ഞാൻ ചെയ്തിരിക്കുന്ന ചൈതാലി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിന്റെ മെന്റൽ തോട്ട്സ് ആണ്. നമ്മൾ ഈ പാട്ട് ഇപ്പം കേൾക്കുമ്പോഴും ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിന്റെ മീനിങ് മനസ്സിലാവും. അപ്പൊ ഈ പാട്ട് ഞാൻ ആദ്യം കേട്ടപ്പം ഇറ്റ് ടുക്ക് മീ ബാക്ക് ടു ട്യൂണീഷ്യ. ഞാൻ ഈ ക്യാരക്ടർ പെർഫോം ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഗോ ത്രൂ ചെയ്ത ഒരു മെന്റൽ ഇമോഷണൽ ജേർണി ഉണ്ട്. ആ ജേർണിയിലേക്ക് എന്നെ ഈ സോങ്ങിന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റി. അപ്പം എന്റെ ക്യാരക്ടറായിട്ടാണ് ഞാൻ പാടിയത്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര എൻജോയബിൾ ആയി. ഇപ്പൊ പയ്യെ സോങ് പാടിയിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ ഇഫ് ഐ വുഡ് ഹാവ് ബീൻ ഏബിൾ ടു സിംഗ് ദാറ്റ് ടു ബി ഓണസ്റ്റ്. ബട്ട് ഇതെന്ന് പറയുന്നത് എനിക്ക് എന്റെ ക്യാരക്ടറായിട്ട് തന്നെ പാടാൻ പറ്റി. സോ അവിടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഇമോഷൻസ് എല്ലാം എന്നിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടെ എൻജോയബിൾ ആയി ആ പ്രോസസ്. സോ ഇറ്റ്സ് മോർ ലൈക്ക് ഒരു ആക്ടിങ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഡെബ്യൂ മലയാളം ഫിലിം കൂടിയാണ് ഈ സിനിമ. ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള ഒരു റീസൺ ഒരു ചെറിയൊരു സർപ്രൈസ് ന്യൂസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. ഇതിലൊരു സ്വീറ്റ് സോങ് ഉണ്ട്. ആ സോങ് പാടിയിരിക്കുന്നതും ഒരു ഡെബ്യൂട്ടൻ്റ് ആണ്. ആ ഡെബ്യൂട്ടൻ്റ് മറ്റാരും അല്ല, അമല പോളാണ്. അമല പോൾ ആദ്യമായിട്ട് പാടുന്ന പാട്ട് എൻ്റെ സിനിമയ്ക്കായതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഷീ സാങ് ഇറ്റ് റിയലി വെൽ. സോങ് ഉടനെ തന്നെ ലൈവ് ആകും. അപ്പം നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയുക. ആദ്യം തന്നെ അമല ഈ പാട്ട് പാടിയതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യും. Let the guru speak. Hi, my name is Vishal Chandrasekhar. Previously I had scored music for Sita Rama, and that was translated from Telugu. I'm really happy to do my debut under Arfaz's direction, and it's a very, very prestigious moment for me to get an entry into Malayalam film industry through this with the awesome Amala Paul and Asif Ali and Sharafuddin. So it's a really honor to be here. And during recording the song, I was recording from. Is it okay if I speak in Tamil? Yes, sir. Tamil, okay. So நான் வந்து இதில் ஹைதராபாத்தில் இருக்கும்போது மேம் வந்து கொச்சின்ல இருந்தாங்க. அண்ட் we recorded through a remote conference. So it was a wonderful experience. ஏன்னா அவங்க ஃபேஸ் டு ஃபேஸ் நம்ம பார்த்துக்கல. But I think I conveyed everything correctly, and she also understood it. But she was very, very sincere with the whole process. And நிறைய தடவை பாட்டு வந்து கேட்டுட்டு வந்திருந்தாங்க, and நல்லா ப்ராக்டிஸும் பண்ணியிருந்தாங்க. And I was amazed
to see an actor sing so well. ஏன்னா சில பொடி பொடி சங்கதியெல்லாம் ரொம்ப அழகாக பாடியிருந்தாங்க. I had fun recording her. I thought, see, generally I have recorded a lot of singers, but for very few actors I've recorded. And for me, she's a really good singer. So I was very, very happy recording her. And it was a wonderful experience. Arfaz was there, studio la irundar avaru dhaan, and avaru enjoy pannirupar nanikiren. And nalla fun, it was good fun to record her, and I'd like to hear from you. ഗുഡ് ഈവനിങ് എവ്രി വൺ. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു, ബിക്കോസ് ഞാൻ എൻ്റെ 9th month പ്രഗ്നൻസിയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദാറ്റ് ക്രെഡിറ്റ് വിത്ത് മൈ ബേബി ഓൾസോ, ഓഫ് കോഴ്സ്. And thank you so much. First of all, thanks to Arfaz for making me a part of a project like this. And I thoroughly enjoyed shooting for this film. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളവിടെ റംസാൻ ഫാസ്റ്റിൻ്റെ സമയത്തായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്. ഇറ്റ്സ് എ മുസ്ലിം കൺട്രി. അപ്പം അതിൻ്റെതായ പ്രോപ്പർ ഫുഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ക്രൂ മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു. ആ സമയത്ത് ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ. അപ്പം വി വർ വെരി ലിമിറ്റഡ് ക്രൂ. ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു 25 days we've given our best. എല്ലാവരും ഇതിൻ്റെ DOP അപ്പു പ്രഭാകർ, he's done a brilliant job. And then all the other technicians, ഇതിൻ്റെ ലൈവ് സൗണ്ട് റെക്കോർഡ് ചെയ്ത Alan, then music director Vishal sir, like, and അവിടെ ഉണ്ടായിരുന്ന all the assistant directors and all the crew members, production, everybody, ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ. എപ്പോഴായിരിക്കും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാന്ന് അറിയത്തില്ല. ബട്ട് അതിൻ്റെ ആ ചലഞ്ചസിലൂടെ എല്ലാം ഐ തിങ്ക് വി മാനേജ് ടു ഗിവ് അവർ ബെസ്റ്റ്, ആൻഡ് ദ ഫിലിം ഹാസ് കം ഔട്ട് വെരി വെൽ. ആൻഡ് ഒരു എക്സ്പെരിമെൻ്റൽ ജോണർ ആണിത്. ഹോപ്പ്ഫുള്ളി ഇപ്പം മലയാള ഫിലിമിൽ നടക്കുന്ന ഈ വിന്നിങ് സ്ട്രീക്സ് വിൽ കണ്ടിന്യൂ വിത്ത് ആർ ഫിലിം ഓൾസോ. And biggest thanks to Ramesh Pillai sir, our producer, who has been backing our film, and sir inde aduthunnu huge support aanu inginthe oru film Tunisiail, like she said first padam nammalana shoot cheyyunnathu. Appam adindeyaya ella supportum sir inde aduthu undayirunnu. So yeah, I hope we have a good film, and I hope God's blessings is also upon us. And എന്തായാലും റിലീസിന് ഇനി I think this is my last event before my delivery, I hope so. അപ്പം ഇനി എനിക്ക് റിലീസിന് ഇതിൻ്റെയൊക്കെ ഭാഗമാകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. I would be missing it because ഞാൻ എൻ്റെ കരിയറിൽ ചെയ്തതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ഫിലിമാണ്. ആൻഡ് വർക്കിംഗ് വിത്ത് Arfaz, he's a brilliant director. ജിത്തു സാറിൻ്റെ master brain or right hand or whatever, like we have seen his contribution to this film le thanne. And Arfaz ne polte oru director inde debut film le lead actor avan സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, because he has a great future. He is so talented. And എൻ്റെ ക്യാരക്ടർ തന്നെ പെർഫോമൻസിൽ തന്നെ Arfaz, he was really pushing all of us out of our comfort zone. പാസിഫായാലും ഞാനാണെങ്കിലും ഷറഫ് ആണെങ്കിലും നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു മീറ്ററിലല്ലാതെ he would really push us to explore something in us as actors. അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ ആക്ടിങ്ങിൽ മാത്രമല്ല, ഈവൻ ഇൻ ടേംസ് ഓഫ് ദ മേക്കിംഗ് ആൻഡ് മ്യൂസിക് ആൻഡ് എവറിത്തിങ്, ഐ തിങ്ക് Arfazന്റെ ഒരു സിഗ്നേച്ചർ ഈ പടത്തിൽ ആസ് എ ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മലയാളത്തിൽ റീസെന്റ് ഹിറ്റായ ആവേശമാണേലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ബ്രഹ്മയുഗം ആണെങ്കിലും ഇതിൽ ലേഡി റോൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് മെയിനായിട്ട് വന്നിട്ടില്ല. സോ അമലയ്ക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് പറയാനുള്ളത്? ബിക്കോസ് ഈ ഒരു സ്റ്റേജിലും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നടിയാണ്. മറ്റുള്ള നടിമാരൊക്കെ ഇത്തരം സ്റ്റേജിൽ ബാക്ക് ഓഫ് ചെയ്യുക, ഈവൻ സോഷ്യൽ മീഡിയാസിൽ നിന്ന് വരെ ബാക്ക് ഓഫ് ചെയ്യാറാണ് പതിവ്. അപ്പൊ ആ ഒരു ചോദ്യത്തിന് അമലയ്ക്കുള്ള ഒരു മറുപടി എന്താണ്? I think ആ ചോദ്യത്തിന് ഏറ്റവും നല്ല ഉത്തരം is our film, Level Cross. When it will come, അത് ആ ഒരു എന്താ പറയാ, that will answer the question. Yeah. മലയാള സിനിമയിലെ നടിമാർ എവിടെയെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവായിരിക്കും Level Cross.
യെസ് ഡെഫിനറ്റ്ലി അങ്ങനെ പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നത് ലൈക്ക് സെഡ് ഞാൻ എഴുതുമ്പോൾ തന്നെ അമലയായിരുന്നു മനസ്സിൽ, അമല തന്നെ കിട്ടി. അപ്പോൾ ദാറ്റ് വാസ് എ ബ്ലെസ്സിങ്. താങ്ക്സ് ടു ഹർ ഫോർ സേയിങ് യെസ് ടു ദിസ് ഫിലിം. ഈ ക്യാരക്ടർ ഐ ഫീൽ ഇതെന്നെ ഞാൻ പറഞ്ഞു ആദ്യത്തെ പടമായതുകൊണ്ട് എക്സൈറ്റ്മെന്റിലാണെന്ന് അറിയില്ല, ബട്ട് ഐ ജെന്യുവൻലി ഫീൽ ദാറ്റ് ദിസ് വിൽ ബി വൺ ഓഫ് ഹർ ബെസ്റ്റ് പെർഫോമൻസസ് ഓഫ് ഹർ കരിയർ. ദാറ്റ് ഈസ് ഹൗ വെൽ ഷി ഹാസ് ഡെലിവേർഡ് ദ പെർഫോമൻസസ്. ഓൾസോ എന്താ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈനിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. നമുക്ക് വാനിറ്റി അല്ലെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യാൻ പോലും അവിടെ ഒന്നും ഇല്ലായിരുന്നു. 360 ഡിഗ്രിയിൽ നമുക്കൊന്നും ഇടാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. വാൻ ഇറ്റ് സെൽഫ് ടെൻസ് ഒക്കെ അടിച്ചിട്ട് അത് ഒത്തിരി ദൂരെയായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്ത് സാൻഡ് സ്റ്റോമും സഹാര ഡെസേർട്ടിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്ത് നമ്മൾ അവിടെ പോയപ്പോഴാണ് സെറ്റൊക്കെ ചോർന്ന് അങ്ങനെ. അപ്പോൾ ഒത്തിരി ഡിഫിക്കൽട്ടീസും ഹേർഡിൽസും ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് what she has done is for you guys to watch. Thank you. At that time I was not able to reach her. അപ്പോൾ എല്ലാ മാനേജേഴ്സിനോട് ഞാൻ സംസാരിക്കുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വെന്റ് ഓൺ ഫോർ അബൌട്ട് 4 months. അതിനിടയ്ക്ക് റാമിന്റെ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ലണ്ടനിലായിരുന്നപ്പോൾ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു, റാമിന്റെ ഷൂട്ട് കഴിഞ്ഞു നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഇൻഫർമേഷൻ കിട്ടി അമല ലണ്ടനിൽ ലാൻഡ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ സാറിനോട് രമേശ് സാറിനോട് പറഞ്ഞു, സാർ എൻ്റെ ടിക്കറ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് 2-3 ദിവസം മാറ്റി തരാമോ, ഞാൻ അമലയിൽ നിന്ന് കാണാൻ ട്രൈ ചെയ്യട്ടെന്ന്. സാർ അത് ചെയ്തു തന്നു. എന്നിട്ട് ഞങ്ങൾ അമലയുടെ മാനേജറിനെ, അതൊന്നും അമല അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ, ഞങ്ങൾ അമലയുടെ അക്കാഡമി സെൻട്രൽ ലണ്ടനിൽ. അപ്പോൾ പുള്ളിക്കാരുടെ കോസ്റ്റ്യൂം ട്രയലൊന്നും നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ താഴെ പോയി റിസപ്ഷനിൽ ഇരിക്കുക. എന്നിട്ട് ഒരു 2-3 hours ഇരുന്നു, പക്ഷെ അത് തീരുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു, ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഐ സ്റ്റിൽ ട്രൈ, ഓൾ ദ മാനേജേഴ്സിനെ വിളിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. ഫൈനലി ഞാനും ജീതു സാറും ടുണീഷ്യയിൽ റാമിന്റെ റേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഫൈനലി ഐ ഗോട്ട് എ കോൾ ദാറ്റ് not happening. Amala is on a break. She doesn't want to do any films for a while. So you will look for someone else. Not to call vannu. So I was disappointed. WhatsApp call I was disappointed. But Jeetu sir ennodu choichu endu patti, what happened, you look dull. Appo ഞാൻ പറഞ്ഞു, sir Amala is not, Amala ഉണ്ടാവില്ല സിനിമയിൽ, അപ്പോൾ we'll have to look for someone else. No. അപ്പോൾ sir എന്തു പറ്റി? I'm not able to connect with her. അപ്പോൾ പുള്ളിക്കാരി ബ്രേക്കിലാണ് അറിഞ്ഞത്. അപ്പോൾ തന്നെ സാറ് ഫോൺ എടുത്തിട്ട് അമലനെ മെസ്സേജ് ചെയ്തു. And she was coming out of the temple, I think. Yeah, they spoke and she അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലെത്തുക. അപ്പോൾ she said let's meet tomorrow. വരുമ്പോൾ തന്നെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ജീതു സാർ ഇവിടെ വന്ന് കാണുകയും കഥ പറയുകയും അപ്പോൾ തന്നെ ഓക്കെ ആവുകയായിരുന്നു. അപ്പോൾ it was like a dream come true for me. So I was very excited to have her on a film which I believe is a slightly different film. എന്ന് പറയുന്ന ഒരു ക്ലീഷയാണ്, എല്ലാവരും പറയുന്നതാണ്. പക്ഷേ it actually is slightly different from what we have seen so far എന്ന് എനിക്ക് തോന്നുന്നു. It's a different attempt. വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. കാസ്റ്റ് എക്സ്ട്രാordinary പെർഫോമൻസ് ആണ് സിനിമയിൽ തന്നിട്ടുള്ളത്. അതുപോലെ ക്രൂവും വി ഹാവ് വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ക്രൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പു പ്രഭാകർ ആർ DOP, he's done a fabulous job. ദീപു ആണ് എഡിറ്റർ. ജയദേവൻ ചക്കാടത്താണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. Vishal has done a background score which is absolutely amazing, which is actually the backbone of the film. The music has a lot of importance in terms of its background score in the film. Linda ma'am ആണ് costumes ചെയ്തിട്ടുള്ളത്. Pronex ആണ് makeup. പ്രേം നവാസ് ആണ് art direction. So all together നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അതിൽ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യം. ഒരു സർവൈവിംഗ് ത്രില്ലർ ഒരു ചിത്രമാണ്. അതെ, എനിക്ക് ആ മരുഭൂമിയിലെ സീൻസിലൊന്നും ഞാൻ ഭാഗമായിരുന്നില്ലല്ലോ. അതിന്റെ എല്ലാ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഞങ്ങള് സഹാറ ഡെസേർട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു 1 week കഴിഞ്ഞപ്പോ ഞാൻ ബ്ലസ്സേട്ടൊക്കെ മെസ്സേജ് അയച്ചു, നിങ്ങളെയൊക്കെ സമ്മതിക്കണോ. അവരനുഭവിച്ച എന്റെ വളരെ കുറച്ച് ഞങ്ങള് അനുഭവിച്ചുള്ളൂ എങ്കിലും ഷൂട്ട് ചെയ്തുള്ളൂ എങ്കിലും അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ സാധിച്ചായിരുന്നു. അപ്പൊ അതില് ഇറ്റ്സ് നോട്ട് എ സർവൈവൽ അല്ല, ആൽഫാസ് പറഞ്ഞ പോലെ, ബട്ട് മരുഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു ഇന്റൻസ് ഡ്രാമയാണ് ഈ ഫിലിം, ത്രില്ലർ. என்னன்னா மலையாளம் மியூசிக் கூட ஐ லவ் மலையாளம் மியூசிக் அண்ட் எனக்கு வந்து அது வந்து நேச்சுரலாக ஐ திங்க் ஐ ஃபிட் இன் வித் த ஈத்தோஸ் ஆஃப் மலையாளம் மியூசிக். பிகாஸ் அதில் வந்து எனக்கு வந்து கிளாசிக்கலும் இருக்குது, அட் த சேம் டைம் ஒரு ஃபியூஷன் ஸ்டைல் தான் இருந்து. ஸோ
ஃபிட் ஆகிற ஒரு ஃபீலிங் இருக்குது. அதே சமயம் வந்து அர்ஃபாஸ் கூட ஒர்க் பண்ண எக்ஸ்பீரியன்ஸ் ரொம்ப ஈஸியாக இருந்தது. பிகாஸ் அர்ஃபாஸ் நல்லா ஹிந்தி பேசுவார். ஸோ நானும் நல்லா ஹிந்தி பேசுவேன். அண்ட் இங்கிலீஷ் ஹிந்தி அப்படியே மிக்ஸ் அண்ட் மேட்ச் பண்ணி ரொம்ப அழகாக அவர் ஆக்சுவலாக எதுவுமே சொல்ல வேண்டாம். படம் பார்த்தேன், படம் வந்து செல்ஃப் எக்ஸ்பிளனேட்டரியாக இருந்தது, ரொம்ப ஈஸியாக இருந்தது ஒர்க் பண்ணுறதுக்கு. அட் த சேம் டைம் அவர் கூடயே இருந்தார் ஒர்க் பண்ணும்போது. ஸோ பக்கத்துலேயே தான் உட்காந்துட்டு இருந்தார். ஸோ அப்படியே உட்காந்து ஒரு ஃப்ளோவில் போனோம். இட் வாஸ் அ வண்டர்ஃபுல் எக்ஸ்பீரியன்ஸ் ஒர்க்கிங் வித் ஹிம். அண்ட் ஐ எம் வெரி ப்ரவுட் டு பி ഡൂയിങ് എ ഡെബ്യൂ അണ്ടർ ഹിസ് ഡയറക്ടോറിയൽ. ഇതുപോലെയുള്ള സർവൈവിംഗ് ചിത്രങ്ങളാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇതിലും അനുഭവം എങ്ങനെയാണ്? പക്ക ഒരു സർവൈവിംഗ് ഒരു ജോണറുടെ ചിത്രമാണോ അതോ പക്ക ത്രില്ലർ അങ്ങനത്തെ ഒരു മോഡാണോ? ഇത് സർവൈവൽ മോഡിലുള്ള പടം അല്ല. ഹലോ ഈ സിനിമ ഒരു ഇന്റൻസ് ഡ്രാമ ത്രില്ലർ ആ ഒരു ജോണർ പടമാണ്. ഒരു സർവൈവലുമായിട്ട് ബന്ധമൊന്നുമില്ല അങ്ങനത്തെ പടം. When he writes the script there are dialogues, പക്ഷേ സാർ ഒരിക്കലും ഡയലോഗ് ഇങ്ങനെ തന്നെ വേണം എന്ന് ത്രൂ ഔട്ട് ഒരു വാശിയുള്ള അങ്ങനത്തെ ഡയറക്ടർ അല്ല. ബിക്കോസ് ഹി മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഹി റൈറ്റ്സ് ഹിംസെൽഫ്. ഹി ചില ഏരിയാസിൽ, ചില സീൻസിൽ, ചില ഏരിയാസിൽ ചില ഡയലോഗ്സ് എഴുതിയതുപോലെ തന്നെ വരണം എന്നുണ്ടാകും. അതല്ലാതെ ബാക്കിയൊക്കെ കോൺവെർസേഷൻ, സാറിന്റെ ഡയലോഗ്സ് ഒക്കെ കേട്ടാലും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ കോൺവെർസേഷണൽ ആയിട്ടുള്ള ഡയലോഗ്സ് ആണ് സാറിന്റെ സിനിമകളിൽ ഉണ്ടാവുക. സോ ഇൻ ദിസ് ഫിലിം ആസ് വെൽ ഡയലോഗ്സ് ഉണ്ടായിരുന്നെങ്കിലും യുനോ ലൈക്ക് ഷീ സെഡ് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ മാറ്റി ഒക്കെ ആണ് ചെയ്തത്. സിംഗ് സൗണ്ട് സി ഇറ്റ്സ് ഓൾവേസ് ഡ്രീം ടു ഹാവ് സിംഗ് സൗണ്ട് എന്ന്. പക്ഷെ ഞാൻ ഒരിക്കലും ഈ പടത്തിന് സിംഗ് സൗണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഒന്ന് ഡെസേർട്ടിലാണ് ഷൂട്ട്, അവിടെ വിൻഡും കാറ്റും ബഹളവും ഒക്കെ ആയിരിക്കും, എന്തായാലും ഇമ്പോസിബിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ വെൻ ഷീ ടോൾഡ് മീ ട്രൈ സിംഗ് സൗണ്ട്, then I got in touch with JD, നമ്മുടെ സൗണ്ട് ഡിസൈനർ. Then he said ki you know we can crack it. അതായത് സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്, ആ എക്യുപ്മെന്റ്സ് ഒക്കെ ഹയർ ചെയ്യേണ്ടി വരും. എന്നിട്ട് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ഓഡിയോ ടീം അവിടെ റേക്കി ചെയ്തു, ടെസ്റ്റ് സൗണ്ട് ഷൂട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് അയച്ചത് നമ്മുടെ സ്റ്റുഡിയോയിലിട്ട് ടെസ്റ്റ് ചെയ്തു. ഓക്കെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ പ്രേം നവാസ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ ഓൾസോ ഹാഡ് ടു മേക്ക് ഷുവർ ദാറ്റ് അതിന്റെ ഫ്ലോറിങ്ങും ഒക്കെ സിംഗ് സൗണ്ട് ഫ്രണ്ട്ലി ആയിരിക്കണം. അവിടെ നടക്കുമ്പോൾ ഒത്തിരി ശബ്ദം ഉണ്ടായാൽ നമുക്കത് റീടേക്ക് പോയിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ഓൾ ഫെൽ ഇൻ പ്ലേസ്.